plays against a team of 11 female football. Who has missed the most penalties? അങ്ങനെ തന്നെ നന്നായി വരുന്നുണ്ട് തുടങ്ങി. അസ്സലാമു അലൈക്കും. ഹലോ ഹായ്. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ റിഹാൻ എന്നോട് ചോദിച്ചേ ജിരിമ ഹെൽപ്പ് ചെയ്യണോ ചോദിച്ചു. അപ്പോൾ ഓഫ് കോഴ്സ് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ ആ ഒരു തുടക്കൽ പരിപാടി നിങ്ങൾ കണ്ടില്ലേ, വരുന്ന വഴിയിൽ കാണാം കേട്ടോ അതൊക്കെ. അപ്പോൾ മോർണിംഗ് എണിച്ചു, എല്ലാവരെയും ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. അതേപോലെ തന്നെ ഇന്ന് സൺഡേ ആണ്, എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കണം. ഇക്ക ഒരു 1 ഡേ ആയിട്ട് കോഴിക്കോടായിരുന്നു, ഇന്നലെ രാത്രി വന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും. അതേപോലെ തന്നെ അയാൻകുട്ടിൻ്റെ കാലിന് ഇപ്പോൾ റിക്കവറായി വരുന്നുണ്ട്. ഇന്നലെ നമ്മുടെ വ്ളോഗ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒരു ഹാർട്ടെങ്കിലും നിങ്ങൾ തരണം കേട്ടോ എനിക്ക്. അപ്പോൾ ലൈക്ക് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ചായ എല്ലാം കുടിച്ച ശേഷമാണ് അടിച്ചു വരാൻ വേണ്ടി പോയത്. പിന്നെ ഇതാ റിഹാൻ കോഫി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ടിലത്തെ കോഫി മൊത്തം തീർന്നിട്ടുണ്ട്, അവന് കൊട്ടി എടുത്തതാണ്. അങ്ങനെ പാലൊക്കെ ഒഴിച്ച് കോഫി ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ സൺഡേ ആയതുകൊണ്ട് തന്നെ വേഗം ക്ലീനിങ് പരിപാടികൾ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് അടുക്കളയിൽ സമാധാനത്തോടെ നിൽക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇതാ എല്ലാവരുടെയും ഒന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട്. ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി. റിഹാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അയൻകുട്ടി മദ്രസയിലും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മദ്രസ സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു ഡോക്ടർ. കാലൊന്ന് ജസ്റ്റ് ചെരിച്ച് നടന്നാൽ മതി എന്നാണ് പറഞ്ഞത്, പ്രഷർ അങ്ങോട്ട് കൊടുക്കണ്ട എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അവന് സൈക്കിളിൽ തന്നെ പോവുക, അതുകൊണ്ട് കാലിലോട്ട് അങ്ങനെ പ്രഷർ കൊടുക്കാണ്ട് ഒരു സൈഡ് വെച്ചിട്ട് അങ്ങനെ ഓട്ടിയിട്ടാണ് കേട്ടോ എന്തായാലും പോകുന്നത്. വേറെ പ്രശ്നമൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ. അപ്പോൾ ഇതാ ഞാൻ എല്ലാവരുടെയും ഒന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട്. അതേപോലെ ഇന്നലെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, എപ്പോഴും ഒരേപോലെ വാഷ് ചെയ്യുന്നു, മുറ്റമടിക്കുന്നു, കറിവേപ്പില പറിക്കുന്നു, കണ്ടിട്ട് മടുത്തു എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ കമൻറ്റ് ഇടുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ഞാൻ ഷോർട്ട് വീഡിയോ ഒരു ദിവസം 2 അല്ലെങ്കിൽ 3, അതിൽ 3 ചെയ്യണമെങ്കിൽ അതിൽ ഞാൻ 2 എന്തായാലും റെസിപ്പി വീഡിയോ ചെയ്യുന്നുണ്ട്. ഒരെണ്ണമാണ് ഞാൻ ഇതുപോലെ മിനി വ്ളോഗായിട്ട് ചെയ്യുന്നത് കേട്ടോ. അല്ലാണ്ട് മൊത്തം ഞാൻ മിനി വ്ളോഗായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. പിന്നെ എൻ്റെ ചാനൽ എന്ന് പറഞ്ഞാൽ ഡെയിലി വ്ളോഗ് പ്ലസ് കുക്കിംഗ് റെസിപ്പി ഇതൊക്കെയാണ്. ജിനീസ് കിച്ചൺ എന്ന് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, എവിടെ പ്രാങ്കില്ല, ട്രാവൽ നമ്മൾ ചെയ്യുമ്പോൾ അതെടുക്കുന്നു അങ്ങനെ കേട്ടോ. എന്താണോ ഒരു ഡെയിലി നമ്മുടെ വീട്ടിൽ സംഭവിക്കുന്നത് അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ചാനൽ കൊണ്ട്. അപ്പം ഇങ്ങനെ കമൻ്റ് ഇടുന്നവർ എൻ്റെ ചാനൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കമൻ്റ് ആക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി ചട്നിയും ദോശയൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. കർണാടക സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ തേങ്ങയിലോട്ട് ഞാൻ പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു വെളുത്തുള്ളി, ഒരു തക്കാളി, കറിവേപ്പില, പിന്നെ കുഞ്ഞു പീസ് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പുളിയും കൂടെ ചേർത്ത് കൊടുക്കണം, ഞാനത് മറന്നുപോയി കേട്ടോ, എന്നാലേ നമുക്കത് ബാലൻസ് ആവുള്ളൂ. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കട്ടിയിലുള്ള കൺസിസ്റ്റൻസി വേണം കേട്ടോ. പിന്നെ എന്താ കടുക്, കറിവേപ്പില, ചുവന്ന മുളക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വേറൊരു സംഭവം കൂടെ ഉണ്ടാക്കണം. ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള, ദോശയുടെ മുകളിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചട്നിയാണ് കേട്ടോ. അപ്പോൾ വലിയുള്ളി ഇതാ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ചെറിയ വലിയുള്ളി ആയതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എരിവിന് ആവശ്യമുള്ള വറ്റൽമുളക്, ഒരു 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 ഏലക്ക, ഒരു കുഞ്ഞു പീസ് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം, ഉപ്പും ചേർത്ത് കൊടുക്കണം. കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ഒരു കളർ കിട്ടാൻ വേണ്ടി ചേർത്ത് കൊടുത്തതാണ്. ഇതേപോലെ അരച്ചിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി നമുക്കിതാ പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല ദോശ ചുട്ടെടുക്കുക ഇതേപോലെ കേട്ടോ. എന്നിട്ട് ഒന്ന് വെന്ത ശേഷം നമുക്കിതിൻ്റെ മുകളിലോട്ട് ആ ഒരു ചമ്മന്തി ഇല്ലേ, നമ്മൾ റെഡ് കളറിൽ തയ്യാറാക്കിയില്ലേ, ആ ഒരു ചമ്മന്തി ഇതുപോലെ ആക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലാവിടെയും വരുന്ന രീതിയിൽ കംപ്ലീറ്റ് സ്പ്രെഡ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. നമുക്ക് പിസ്സയുടെ മുകളിലൊക്കെ സ്പ്രെഡ് ആക്കിയിട്ട് എടുക്കില്ലേ, അതേപോലെ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഈ ഒരു ദോശയ്ക്ക് ഒരു സ്പെഷ്യൽ നെയിമുണ്ട്, ബെന്നി ദോശയാണ്, അങ്ങനെ എന്തോ ആണ് കേട്ടോ ഈ ദോശയുടെ നെയിം. അപ്പോൾ മുകളിലോട്ട് ബട്ടർ ആക്കി കൊടുക്കുന്നുണ്ട്. ബട്ടർ ഇഷ്ടമുള്ളവർ നിറയെ ആക്കി കൊടുക്കുക, ഇല്ല ഓയില നെയ്യ അങ്ങനെ ഇഷ്ടമുള്ളവർ അതാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ബട്ടറിനെ ആക്കി കൊടുത്തു.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാണാനൊക്കെ അടിപൊളി ലുക്കാണ്. ബട്ടർ നമുക്ക് അത്രയ്ക്ക് ദോശയിലോട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണെന്നറിയില്ല, പേഴ്സണലി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ഈ ദോശ. എന്നാലും നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടമാവുകയാണ്, തയ്യാറാക്കാൻ തോന്നുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ ചൂടോടുകൂടി കഴിച്ചപ്പം എനിക്കെന്തോ കുറച്ച് ഇഷ്ടമായി. ചൂട് ആറി കഴിച്ചപ്പോൾ ഭയങ്കര ഒരു മടുപ്പ് ഫീലാണ് കേട്ടോ വന്നത്. എന്തായാലും ഞാൻ ഇനി ഇത് ട്രൈ ചെയ്യൂല. നിങ്ങൾക്കിനി ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇവിടെ പറയണം, ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ള ഫീഡ്ബാക്ക് പറയണം. ജസ്റ്റ് ഇങ്ങനെ ആക്കിയതാണ്, കർണാടകയിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ എല്ലാവരും കഴിക്കുകയാണ്. ഞാൻ ഒരേ ഒരു ദോശയായിട്ട് അത് ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ ഉണ്ടാക്കില്ല. ഉപ്പാക്കും ഉമ്മാക്കും ഇക്കാക്കും ഒന്നും ഇഷ്ടമായില്ല. ഇഷ്ടമായത് റിഹാൻക്ക് മാത്രമാണ് കേട്ടോ. ഓപ്പണായിട്ട് ഞാൻ പറയാണ്, നിങ്ങൾക്ക് ജസ്റ്റ് ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു ദോശ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് അറിയാം കേട്ടോ. അത്രയേ ഉള്ളൂ അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ നോർമൽ ദോശ ഉണ്ടാക്കിയിട്ട് ആ ചട്നിയും കൂട്ടി ഞങ്ങളെല്ലാവരും കഴിച്ചു. ഇന്നലത്തെ മീൻകറി ഇച്ചിരി ബാക്കിയുണ്ടായിരുന്നു, അതെല്ലാം കൂട്ടി ഫുഡെല്ലാം കഴിച്ചു കേട്ടോ. പിന്നെ ചേച്ചി വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള സാലഡ് റെസിപ്പി ഇടാമോ എന്നാണ് ചോദിക്കുന്നത്. വെയിറ്റ് ഗെയിൻ ചെയ്യാൻ നമ്മൾ ധാരാളം കാർബ്സ് കഴിക്കുക കേട്ടോ. ചോറൊക്കെ നിറയെ കഴിക്കുക, പിന്നെ ഫുൾ ഫാറ്റ് മിൽക്ക് കുടിക്കുക, പിന്നെ ഫുഡ് നന്നായിട്ട് കഴിക്കുക. സാലഡ് റെസിപ്പി ഞാൻ നോക്കിയ ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അങ്ങനെ അടിച്ച് വാരൽ നേരത്തെ കഴിഞ്ഞ് ഞാൻ തുടയ്ക്കാൻ വേണ്ടി പോയപ്പോഴാണ് റിഹാൻ എന്നോട് ചോദിച്ചത്, ജിനിമ ഹെൽപ്പ് ചെയ്യണമെന്ന്. ഓക്കെ നീ ഹെൽപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ട് തന്നെ മോപ്പെടുത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അവന് നിങ്ങൾ വീഡിയോ ഓഫാക്കി ഞാൻ ഹെൽപ്പ് ചെയ്യുക, തുടച്ച് തരാം, പക്ഷെ നിങ്ങൾ വീഡിയോ എടുക്കണ്ടെന്നാണ് കേട്ടോ എന്നോട് പറഞ്ഞ്. എന്നാലും ഞാൻ ഇരുന്നോട്ടെ വിചാരിച്ച് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് റെസിപ്പി ഇതാണ്, ലഞ്ച് സ്പെഷ്യൽ ഇതാണ്. നല്ല ഗ്രീൻ ചിക്കൻ കുറച്ച് മസാലയോട് കൂടിയിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പുലാവുമാണ് കേട്ടോ. പിന്നെ നമ്മുടെ തൈരിൽ അനാറൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയതാണ്, അതാണ് ആ ഒരു കളർ കേട്ടോ. അങ്ങനെ നമുക്കിതിൻ്റെ റെസിപ്പി കാണണ്ടേ? ഫസ്റ്റ് തന്നെ നമുക്ക് ഗ്രീൻ ചിക്കൻ്റെ റെസിപ്പി കാണാം അല്ലേ. അപ്പോൾ ഇതാ ഞാനിവിടെ മല്ലിയില എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക്, ഒരു വലിയ പീസ് ഇഞ്ചി, 1 കിലോ ചിക്കനിലോട്ടാണ് കേട്ടോ. ഒരു 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 5 നമ്മുടെ ഏലക്ക, 5 ഗ്രാമ്പു, ചെറിയൊരു പീസ് പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഇത്രയും കുരുമുളകും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് പുതിന ഇല വേണം, ഇതാ എടുത്തിട്ടുണ്ട്, മല്ലിയിലയുടെ പകുതി കേട്ടോ. പിന്നെ ഇത്രയും തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 8-10 ക്യാഷ് കുതിർത്തിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ച് കൊണ്ടുവരണം. ഇച്ചിരി വെള്ളം ചേർത്തിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രൂപത്തിൽ അരച്ച് കൊണ്ടുവരാം. എന്നിട്ട് ഇതാ ഞാൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ് കയ്യിലില്ല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഒരു 3 വലിയുള്ളി നമുക്കിതാ ഇതുപോലെ ഒന്ന് ചൂടാക്കണം. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമായപ്പോൾ ഞാൻ ഒന്ന് കുറച്ച് കൊടുത്തതാണ് കേട്ടോ. എന്നിട്ട് ചേർത്തിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഏകദേശം 1 കിലോ ഉണ്ട് കേട്ടോ, അത് ചേർത്ത് കൊടുത്തു. അത് ചേർത്ത് കൊടുത്തപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ആ ഒരു നഗ്ന സത്യം മനസ്സിലാക്കിയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത ശേഷം മാത്രമാണ് കേട്ടോ ചിക്കൻ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്തിട്ട് ഒരു 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു വലിയ ജീരകത്തിൻ്റെ പൊടി ഒരു 1/4 സ്പൂണ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അതിനുശേഷം 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മതി, കാരണം നമ്മൾ നേരത്തെ അരപ്പിലോട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഒരേ 1 സ്പൂൺ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. പൊടികളൊക്കെ കറക്റ്റ് ഇത്ര മതി കേട്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ ആ ഗ്രേവിയുടെ കളർ അങ്ങോട്ട് മാറിപ്പോകും കേട്ടോ, വേറെ കളറാവും, നമ്മൾ പ്രതീക്ഷിച്ച കളറായിരിക്കില്ല. അങ്ങനെ ഞാനിതാ എല്ലാവരുടെയും ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇതുപോലെ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഒരു 3/4 വേവ് ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി, ഒരു പാതി വേവൊക്കെ ആവട്ടെ. അതിനുശേഷം ഇതാ നമ്മുടെ ഗ്രീൻ മസാല ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ സ്പ്രെഡാക്കി കൊടുക്കട്ടെ എല്ലാവരുടെയും. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടും കൂടെ എടുക്കണം. ഇതാ ഇതുപോലെ ഞാൻ ഇളക്കി എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഉണ്ടല്ലോ, ഇത് നല്ല ഡ്രൈ ആക്കിയിട്ട് എടുത്താലും നല്ല ടേസ്റ്റാണ്, അല്ല സെമി ഗ്രേവി ടൈപ്പിലെടുത്താലും ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് ഗ്രേവി ടൈപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്താലും ടേസ്റ്റാണ് കേട്ടോ. ഈ ചിക്കൻ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്, കാണാനും നല്ല മൊഞ്ചാണ്.
അപ്പോൾ ഞാൻ ജസ്റ്റ് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇത് കണ്ടില്ലേ, എണ്ണയൊക്കെ നല്ലപോലെ മുകളിലോട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് നെയ്യിലുണ്ടാക്കാം കേട്ടോ, എണ്ണയിൽ മാത്രമല്ല. ഞാൻ പിന്നെ നെയ്യ് യൂസ് ചെയ്യാനിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പെല്ലാം കറക്റ്റാണ് കേട്ടോ. ഇതേപോലെ ഒരു സെർവിങ് ബൗളിലോട്ട് ഇങ്ങനെ സെർവ് ചെയ്തിട്ട് നല്ല നെയ്ച്ചോറ്, പൊറോട്ട, ചപ്പാത്തി, പത്തിരി ഇതിൻ്റെയൊക്കെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ഗ്രീൻ ചിക്കൻ മസാല തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതിൻ്റെ ഗ്രേവിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പാക്ക് ഇതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഇനി നമുക്ക് ഇതിലോട്ട് പറ്റിയൊരു അടിപൊളി പുലാവാക്കിയാലോ. നമ്മൾ ഈ ഒരു വെക്കേഷന് ഈ ഒരു സൺഡേയിൽ നമ്മൾ ബിരിയാണിയൊന്നും വെക്കേണ്ടെന്ന് തീരുമാനിച്ചു. അപ്പം പുലാവ് ആക്കാൻ വിചാരിച്ചിട്ടോ. എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 3 വലിയുള്ളി കേട്ടോ. ചെറുതാണെങ്കിൽ 4 എടുത്തോ. 1 കിലോൻ്റെ അളവാണ് ഞാൻ കറക്റ്റ് പറയുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ എൻ്റെ സ്ഥിരം അരിയാണ്, ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ്. ഒരു പാത്രത്തിൽ അളന്നെടുക്കണം എത്ര അരിയുണ്ട് എന്നുള്ളത്. എന്നിട്ട് അതിന് കഴുകിയിട്ട് വെള്ളത്തിലിടാം. ഒരു 3-4 പ്രാവശ്യങ്ങളും കഴുകിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കണം. ഒരു 20 മിനിറ്റൊക്കെ വെള്ളത്തിലിട്ട് വയ്ക്കണം കേട്ടോ, സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പട്ട, ഗ്രാമ്പു, ഏലക്ക, ചെറിയ ജീരകം, കുരുമുളക് ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ വേണം. ഞാൻ ചിക്കൻ ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉള്ളി ഇച്ചിരിയും കൂടി ബ്രൗൺ ആയാൽ ഒന്നും കൂടെ ഭംഗി ഉണ്ടാവും അത് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തിട്ടേ ഉള്ളൂ. പിന്നെ ഇതിലോട്ടൊരു 3 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കണം കേട്ടോ. വലിയ സ്പൂൺ ആയതുകൊണ്ട് ഞാൻ 1.5 സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ടീസ്പൂൺ ആണെങ്കിൽ 3 സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സൺഡേ സ്പെഷ്യൽ അല്ലാത്ത ദിവസങ്ങളിലുള്ള നോർമൽ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് വഴി അറിയിക്കണം. ഞാൻ മാക്സിമം വെറൈറ്റി ആക്കിയിട്ട് കുറേ വിഭവങ്ങളൊക്കെ കാണിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അടച്ച് വെച്ചിട്ട് ഒന്ന് തുറന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് 1 സ്പൂൺ ചെറിയ ജീരകം, പിന്നെ 1 സ്പൂൺ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു ബൗള് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മാഗി ക്യൂബില്ലേ, ചിക്കൻ്റെ ക്യൂബ്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 3 തക്കാളി ഇതുപോലെ ഒന്ന് അരച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ ആ ഒരു എന്താ പറയുക, ചോപ്പറിൽ ആക്കിയിട്ട് എടുത്തതാണ് കേട്ടോ. തക്കാളി ചോപ്പറിലാക്കുമ്പോൾ തന്നെ നല്ലപോലെ അരഞ്ഞ് കിട്ടുന്നൊരു ഫീലാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഞാൻ അടച്ച് വയ്ക്കുന്നുണ്ട്. ഈ ഒരു റൈസിന് ഭയങ്കര കളറൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒരു 10-15 മിനിറ്റിന് ശേഷം ഓപ്പൺ ആക്കുക. ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആക്കിയിട്ട് ഇളക്കി കൊടുക്കണം. നമ്മുടെ എണ്ണയും ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നെയ്യൊന്നും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല. നെയ്യിലുണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് നെയ്യിലുണ്ടാക്കാം കേട്ടോ. പിന്നെ അരിയുടെ അളവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അളന്ന് വെച്ച പാത്രത്തിന് ഒരു പാത്രം പിന്നെ ഒരു 1/4 പാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. മനസ്സിലായോ? 1 ഗ്ലാസ് ആണെങ്കിൽ 1 ഗ്ലാസ് അരിയും വെള്ളവും പിന്നെ ഒരു 1/4 അതിൻ്റെ ഇടയിൽ ഉള്ള വെള്ളം. കാരണം ഈ മസാല തന്നെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. മസാലയിൽ തന്നെ കുറച്ച് വെള്ളമുണ്ട്, അതുകൊണ്ടാണ്. അപ്പം നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ബിരിയാണിയുടെ കറക്റ്റ് റെസിപ്പി എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ബിരിയാണി വെക്കുമ്പം ഞാൻ എന്തായാലും കാണിക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് അടച്ച് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഓപ്പൺ ആക്കുക, നമ്മൾ ഇളക്കി കൊടുക്കുക. ഈ ബസ്മതി അരി ഇളക്കി കൊടുക്കുമ്പോൾ നല്ലപോലെ കെയർ ചെയ്യണം കേട്ടോ. പൊട്ടാണ്ട് നോക്കണം, എന്നാലേ അത് ശരിയാവുള്ളൂ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പതുക്കെ ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അടച്ച് വയ്ക്കുന്നുണ്ട്. കുറച്ച് സമയം കൊണ്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഈ പുലാവ് ഭയങ്കര ഈസിയാണ് അല്ലേ. 1 പോട്ട് റൈസ് എന്നൊക്കെ നമുക്കിതിന് പറയാം. ഒരുപാട് പാത്രങ്ങളൊന്നും പരക്കില്ല അല്ലേ. അപ്പോൾ വീണ്ടും ആയിട്ടുണ്ട്. ഈ ഒരു ലെവലിൽ വെന്താൽ മതി കേട്ടോ. ഓരോ അരികളും ഇങ്ങനെ വേറെ വേറെ നിൽക്കുന്ന കണ്ടില്ലേ, പൊട്ടാണ്ട് നിൽക്കുന്ന കണ്ടില്ലേ. ഇതാണ് നമുക്ക് വേണ്ട ടെക്സ്ചർ. ഓക്കെ, അപ്പം ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഞാൻ ഇവിടെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്.
എൻ്റെ കയ്യിൽ യെല്ലോ ക്യാപ്സിക്കം ആയിരുന്നു, അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ നീളത്തിലുള്ള പച്ചമുളക് ഉണ്ട്, അതന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ പിന്നെ എപ്പോഴും ഉള്ളത് ഈ ഉണ്ട പച്ചമുളകാണ്, അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെക്കുന്നുണ്ട്. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ഓപ്പൺ ആക്കിയാൽ മതി. പിന്നെ ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ഇത് ഓപ്പൺ ആക്കുന്നത്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല മണമുണ്ട് കേട്ടോ. പെട്ടെന്ന് നമ്മളെ മന്തിയാണോ എന്ന് തോന്നിപ്പോവും, പക്ഷേ ടേസ്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. മന്തിയും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ സെർവ് ചെയ്തെടുക്കുകയാണ്. ചിക്കനോടുകൂടി ഇങ്ങനെ പുലാവൊക്കെ ഇങ്ങനെ വിളമ്പി അതിലോട്ട് നമ്മൾ ഉണ്ടാക്കിയ ഗ്രീൻ ചിക്കന്, പിന്നെ സാലഡ് എടുക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ ചമ്മന്തി എടുക്കുന്നുണ്ട്, നമ്മുടെ സ്പെഷ്യൽ തോളൂർ ചമ്മന്തി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഇച്ചിരി സാലഡും ചിക്കൻ്റെ ഒരു കുഞ്ഞു പീസും പിന്നെ ഫ്രൈയും നന്നായിരിക്കും കേട്ടോ. അതിലോട്ട് ഫ്രൈ ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇച്ചിരി ചമ്മന്തിയും കൂടി ആക്കി ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇത്രയും നേരം കുക്ക് ചെയ്തതിൻ്റെ ക്ഷീണമൊക്കെ അങ്ങോട്ട് പമ്പ കിടക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം കഴിക്കാൻ വേണ്ടിയിട്ട്. സമയമായപ്പോൾ ഇതാ റിഹാനാണ് ഇന്നെല്ലാം സെർവ് ചെയ്ത് വയ്ക്കുന്നത്. അയാൻകുട്ടിക്ക് വയ്യാത്തതുകൊണ്ട് അവൻ വരുന്നില്ല, അല്ലെങ്കിൽ അവൻ ചതുക്കിയിട്ടല്ലേ നടക്കുന്നത്. അപ്പോൾ റിഹാൻ ഓരോന്നായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ. ഫുള്ള് ടി വിയിലാണ് കണ്ണ്, എന്തോ ഒരു പ്രോഗ്രാം ഓണാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ ഓരോന്നായിട്ട് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഉപ്മാവ് സേമിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, സേമിയ എല്ലാം റോസ്റ്റഡ് തന്നെയാണെന്ന് തോന്നുന്നത്. അതിൽ ഉപ്മാവ് സേമിയ എന്ന് എഴുതിയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. മീനും തൈരും കഴിക്കാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഫിഷ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ തൈര് ഒഴിക്കാറുണ്ടല്ലോ. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചിന്തിക്കാറ്. അതുപോലെ ടൊമാറ്റോ ഇടും ഉപ്മാവിൽ എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇൻഷാല്ല ഇനിയിപ്പോൾ അതൊക്കെ നോക്കാം, ടൊമാറ്റോ ഇട്ടിട്ടും ക്യാരറ്റ് ഇട്ടിട്ടൊക്കെ നമുക്ക് നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഉപ്മാവിനെ കുറിച്ച് ഒരുപാട് പേര് കമൻ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. മസാല ഇട്ടിട്ട് ഉണ്ടാക്കാറില്ലേ, ബീൻസും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ട്, തേങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കാറില്ല, ഇങ്ങനെയൊക്കെ. ഞാൻ ഫസ്റ്റായിട്ട് ട്രൈ ചെയ്തതാണ്. അപ്പോൾ ഞാൻ കോമൺ ആയിട്ടുള്ള ഒരു ഉപ്മാവാണ് ഉണ്ടാക്കിയത്. ഇനി നമുക്ക് മസാല ഇട്ടിട്ടും ചിക്കൻ ഇട്ടിട്ടും ബീഫ് ഇട്ടിട്ടും ഒക്കെ ഉണ്ടാക്കി നോക്കാം. ഞാൻ അധികം ഉണ്ടാക്കാൻ വേണ്ടി മുതിരാറില്ല കേട്ടോ ഈ ഒരു സംഭവം. അപ്പോൾ വീട് നിങ്ങൾ വാങ്ങിച്ചതാണോ? അല്ല, ഇവിടെ ഉമ്മയും ഉപ്പയും വെച്ച വീടാണ് കേട്ടോ. അവർ റിട്ടയർഡായിട്ട് വരുന്ന സമയത്ത് വെച്ച വീടാണ്. സപ്പോട്ട മധുരം ഉണ്ടോ ചോദിക്കുന്നുണ്ട്, ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല. കസൂരി മേത്തി എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അതൊരു നമ്മുടെ ഉലുവയില്ലേ, അതിൻ്റെ ഇല ഉണക്കിയതാണ് കേട്ടോ കസൂരി മേത്തി എന്ന് പറയുന്നത്. നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത്, നല്ല ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. താങ്ക് യു സോ മച്ച്. ഇനിയും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാണുക. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ കിട്ടിയാലേ നമ്മുടെ വീഡിയോസൊക്കെ ഒരുപാട് എത്തുള്ളൂ കേട്ടോ. ജിനുവിന് എത്ര മക്കൾ? എനിക്ക് 2 മക്കളാണ്. ഒരാൾ 10ലും ഒരാൾ 6ലും പഠിക്കുകയാണ് കേട്ടോ. പിന്നെന്താണ്, ഇനി എന്താണ് നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ ഹായ് തരാമോ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ വീഡിയോസിൽ ഒരുപാട് പേർക്ക് അതൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഹായ് ആർക്കും പേഴ്സണലായിട്ട് കൊടുക്കാത്തത്. വേറെ ഒന്നും വിചാരിക്കരുത്, എല്ലാവർക്കും ഹായ് ഉണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, ഫുഡെല്ലാം കഴിച്ച് പാത്രമൊക്കെ കഴുകി ഇപ്പം നമ്മൾ കുൽഫി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും കുൽഫിയൊക്കെ കൊടുത്തിട്ട് ഞാൻ പാത്രമൊക്കെ കഴുകിയിട്ട് സമാധാനമായിട്ടുള്ളൂ കേട്ടോ. ഇതുപോലത്തെ ഐറ്റംസൊക്കെ കഴിക്കുള്ളൂ. റൂമിൽ പോയി ഫോണൊക്കെ ഓണാക്കി പതുക്കെ ഇത് കഴിക്കുള്ളൂ. എനിക്ക് അങ്ങനെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. പിന്നെ നമ്മൾ കുറേ നേരം റെസ്റ്റ് എല്ലാം എടുത്ത് അത് കഴിഞ്ഞിട്ട് ഇതാ അടിച്ചു വാരി എടുക്കുകയാണ്. വീണ്ടും അടിച്ചു വാരലില്ലേ. ഞാൻ അടിച്ചു വാരണമെന്നും തുടക്കണമെന്നും കാണാൻ ഇഷ്ടമുള്ളവർ അത് ആ വീഡിയോസ് കണ്ടാൽ, നിങ്ങൾക്ക് റെസിപ്പി വീഡിയോസാണ് ഇഷ്ടമാച്ചാൽ അത് കണ്ടാൽ മതി. എൻ്റെ ചാനൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാലോ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പരമാവധി വൃത്തിക്കാണ് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ എടുക്കുന്നത്. വിമർശിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്, എന്നാൽ അവർക്ക് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവുമോ? അതൊട്ടും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ്. എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി മെമ്പേഴ്സ് ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം. അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസിൽ നെഗറ്റീവ് കാണാൻ വേണ്ടിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എന്താ പറയുക, ഞാൻ ചെയ്ത ഏതെങ്കിലും റെസിപ്പിയിൽ എണ്ണ കൂടിയാൽ അതിനെ മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് പറയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ പറയണതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കോമഡി ആയിട്ട് പറയുന്ന ആൾക്കാരെ അല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമ്മളെ ഹേർട്ട് ചെയ്ത് പറയുന്ന ആൾക്കാരുണ്ടാവില്ലേ, അങ്ങനെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ അല്ല കേട്ടോ ഞാൻ പറയുന്നത്. അങ്ങനെ പറയുന്ന കുറേ ആൾക്കാരുണ്ട്.
അതൊക്കെ കാണുമ്പോൾ എനിക്കാണെങ്കിൽ നെഗറ്റീവിലൂടെ പബ്ലിസിറ്റി ആവാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് കേട്ടോ. എനിക്ക് പോസിറ്റീവായിട്ട് പബ്ലിസിറ്റി ആവാനാണ് ഇഷ്ടം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.